അരുണാചൽ പ്രദേശിലെ ഇപ്റ്റാനഗർ രൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള മാർ ബെന്നി എടത്തട്ടിൽ പിതാവാണ്. പിതാവ് അവിടുത്തെ ഒരു മിഷണറി പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇറ്റാനഗർ രൂപതയിൽ നല്ല രീതിയിൽ മിഷൻ പ്രവർത്തനം നടക്കുന്നു. നമുക്കറിയാമല്ലോ, ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് അരുണാചൽ എന്ന് പറയുന്ന സംസ്ഥാനം. ആ സംസ്ഥാനത്തിൽ 2 രൂപതകളുണ്ട്, ഇറ്റാനഗർ രൂപതയും മിയാവോ രൂപതയും. ഞാൻ ഇറ്റാനഗർ രൂപതയിലെ പിതാവാണ്. ഇറ്റാനഗറിൽ ഉള്ള രൂപതയിൽ 19 സിവിൽ ഡിസ്ട്രിക്ട്സിൻ്റെ ഇൻചാർജ് ഞാനാണ്. ഏകദേശം 522ഓളം പള്ളികൾ 54 ഇടവകകളിലായിട്ട് സ്ഥിതി ചെയ്യുന്നു. 160ഓളം വൈദികരും 235ഓളം സിസ്റ്റേഴ്സും സേവനമനുഷ്ഠിക്കുന്ന ഒരു രൂപതയാണ്. സഭയിൽ ഈ മിഷണറിയുടെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്? നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നമ്മൾ ക്രിസ്തീയവരായ ഓരോ വ്യക്തിയും ഒരു കുഞ്ഞു മിഷണറിയാണ്. കാരണം മാമോദീസ എന്ന കൂദാശ വഴി നാം ഓരോരുത്തരും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടുള്ള നമുക്ക് തന്നിരിക്കുന്ന നല്ല ഒരു അവസരമാണ്. അതുകൊണ്ട് സിസ്റ്റേഴ്സോ അച്ഛന്മാരോ മാത്രമല്ല, പക്ഷേ മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയും യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക എന്നുള്ള ദൗത്യം എല്ലാവരിലുമുണ്ട്. അതുകൊണ്ട് അരുണാചലിലുള്ള ജനങ്ങൾ കത്തോലിക്കരായ സമയം മുതൽ, ക്രിസ്ത്യാനികളായ സമയം മുതൽ അതുതന്നെയാണ് അവിടുത്തെ ജനതകൾ പറയുന്നത്, യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ്. സ്വാധീനം ഒത്തിരി ചെലുത്തുന്നുണ്ട്. കാരണം സഭ ഇപ്പോൾ വളരെ വളർന്ന് ഏകദേശം 40-50% ആളുകളും ഇപ്പോൾ ക്രിസ്തു വിശ്വസിക്കുന്നവരാണ്. ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമ്മുടെ മിഷണറി പ്രവർത്തനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്? നമ്മുടെ ഏറ്റവും വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് 7 സംസ്ഥാനങ്ങളാണ്. നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ, ആസാം, പിന്നെ മിസോറാം, ത്രിപുര എന്നീ 7 സംസ്ഥാനങ്ങളാണ് വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ 7 സംസ്ഥാനങ്ങളിലായി 15 രൂപതകളുണ്ട്. പക്ഷേ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. എന്നാൽ തന്നെയും യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് നമുക്ക് ഒരു തടസ്സങ്ങളൊന്നും വരുന്നില്ല. ആളുകളും നമ്മളെ സ്വീകരിക്കുവാനായിട്ടും അതുപോലെ തന്നെ ആളുകൾക്ക് ഒത്തിരി യേശുവിനെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. സർക്കാരുകളൊക്കെ നമ്മളോടൊരു അനുകൂല നിലപാടാണോ? അത് അവരുടെ സമീപനം എന്താണ്? നമ്മളുടെ നോർത്ത് ഈസ്റ്റിലുള്ള ഇന്ത്യയുടെ വടക്കിഴക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളധികവും നമ്മളുടെ BJP സർക്കാരാണ് ഭരിക്കുന്നത്. പക്ഷേ നമ്മളോട് ഒത്തിരി അനുകൂലിച്ച് നിൽക്കുന്ന ഒരു പ്രവർത്തിക്കുന്ന ഓരോ പാർട്ടികളാണ് ഇപ്പോൾ ഉള്ളത്. ചില സ്ഥലങ്ങളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞാൻ വലിയ പ്രശ്നമായിട്ട് കാണുന്നില്ല. കാരണം യേശുവിനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ അതെല്ലാം നമ്മൾ ദൈവത്തിൽ സമർപ്പിച്ച് മുൻപോട്ട് പോവുക, യേശുവിൽ വിശ്വസിക്കുക. കാരണം നാം എല്ലാവരും ചേർന്നിരിക്കുന്നത് യേശുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ടാണല്ലോ. പലപ്പോഴും നമ്മൾ കുറ്റം കേൾക്കേണ്ടി വരുന്നത് നമ്മൾ നിർബന്ധിത മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളൊരു ആക്ഷേപങ്ങളൊക്കെയല്ലേ? അതിനകത്തൊക്കെ എന്തൊരു വസ്തുതയുണ്ട്? ആളുകൾ പറയുന്നത് നമ്മൾ മതപരിവർത്തനം നടത്തുന്നു എന്നാണ്. നമ്മളല്ലല്ലോ മതപരിവർത്തനം നടത്തുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മൂലം നമ്മളുടെ ഓരോ ഇന്ത്യൻ പൗരനും ഏത് സമുദായത്തിൽ, ഏത് വിശ്വാസത്തിൽ ജീവിക്കണമെന്നുള്ളത് ഓരോ പൗരൻ്റെയും മൗലിക അവകാശമാണ്. അപ്പോൾ നാം ആരെയും മതപരിവർത്തനം നടത്തില്ല. നാം എല്ലാവർക്കും യേശുവിനെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആർക്ക് ക്രിസ്ത്യാനി ആവണോ, ഹിന്ദു ആവണോ, മുസ്ലിം ആവണോ, അതെല്ലാം അവരുടെ ഓരോ സ്വമനസാലെ ആകുന്നതാണല്ലോ. പക്ഷേ നാം എല്ലാവരും, ഞാൻ ക്രിസ്ത്യനായ എന്ന നിലയിൽ ഞാൻ യേശുവിനെയാണ് പറഞ്ഞു കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ മതപരിവർത്തനമല്ലല്ലോ നടത്തുന്നത്, നമ്മൾ യേശുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവർ തന്നെ യേശുവിനെ അറിഞ്ഞ് അടുത്തേക്ക് വരുന്ന ഒരു അനുഭവമാണ്. അവിടുത്തെ ജനത എങ്ങനെയാണ്? ഈ ക്രൈസ്തവ വിശ്വാസത്തോട് താല്പര്യമുള്ളവരാണ്? പൊതുവെ നമ്മൾ കരുതുന്നത് വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളാണെന്നൊക്കെയാണല്ലോ ഒരു വിജയം. നമുക്ക് അവിടുത്തെ ജനതകൾ ഒത്തിരി ഏറെ, നമ്മളുടെ ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളിലുള്ളതിൽ നാഗാലാൻഡ്, മിസോറാം ആൻഡ് മേഘാലയ, ഈ 3 സംസ്ഥാനങ്ങളും ക്രിസ്തീയ സംസ്ഥാനങ്ങളാണ്. അതെ, ഭൂരിപക്ഷമാണ്. നാഗാലാൻഡിലെ 87%, മിസോറാമിൽ 89%, അതുപോലെ മേഘാലയയിൽ ഏകദേശം ഒരു 65-70% ആളുകളും ക്രിസ്തീയ വിശ്വാസത്തിൽ ഉള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് യേശുവിനെ അറിയുവാനായിട്ട് ഒത്തിരി ആഗ്രഹമുണ്ട്. ഏകദേശം 265ഓളം ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ 7 സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്നത്. എൻ്റെ സംസ്ഥാനത്ത്, അരുണാചൽ എന്ന സംസ്ഥാനത്ത് ഞാൻ സേവനമന്വേഷിക്കുന്നത് 104 ഭാഷ സംസാരിക്കുന്ന ആളുകളുടെ ഇടയിലാണ്.
104 ഗോത്രവർഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ ജീവിക്കുന്നത്. മണിപ്പൂർ സംഘർഷം, സംസ്ഥാനത്തെ സംഘർഷം ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഈ ക്രൈസ്തവരുടെ പ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്? ഇല്ല, അത് ബാധിച്ചിട്ടില്ല. പുതിയ തലമുറയോട് ഈ മിഷണറി പ്രവർത്തനങ്ങളിലേക്കൊക്കെ പൊതുവെ ഇപ്പോൾ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ അപ്പോൾ പുതിയ തലമുറയോട് പിതാവിന് എന്താ പറയുന്നത്? ഞാൻ പുതിയ തലമുറയോട് മാത്രമല്ല, പക്ഷെ ക്രിസ്തീയപരായ ഞാൻ എല്ലാവരോടും പറയുവാനുള്ളത്, നമ്മളെല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിച്ച് മാമോദീസ മുങ്ങി യേശുവിനെ പ്രഘോഷിപ്പിക്കുവാനായിട്ട് നമ്മൾ ഒരു ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതം മാർഗം നല്ല രീതിയിൽ ജീവിച്ച് മറ്റുള്ളവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് നല്ല കാര്യങ്ങൾ കൂടി മറ്റുള്ളവരെ കൊണ്ടുവരിക, നമ്മളുടെ കുട്ടികളെയൊക്കെ നല്ലതുപോലെ പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ മാർഗത്തിൽ കൂടി കൊണ്ടുവരിക. മാതാപിതാക്കൾ കുറച്ചുകൂടി കുട്ടികളെ ഇങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിക്കുവാനും അതുപോലെ തന്നെ യേശുവിനെ പറഞ്ഞു കൊടുക്കുവാനും ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ചെലുത്തേണ്ടതാണ്. പിതാവ് ഈ കോതമംഗലം രൂപതയുടെ ഇന്നത്തെ ഒരു മിഷണറി സംഘമാണ്. ആദ്യമായിട്ടാണ് കോതമംഗലം രൂപത ഇത്തരത്തിലുള്ളൊരു മിഷണറി സംഗമം സംഘടിപ്പിക്കുന്നത്. ഈ മിഷണറി സംഗമത്തിൽ പങ്കെടുക്കേണ്ട ഒരു അനുഭവം എനിക്ക് ഒത്തിരിയേറെ അതിയായ സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ കോതമംഗലം രൂപതയിൽ ജോർജ് മടത്തിക്കണ്ടൽ പിതാവ് ഇന്ന് നമ്മളുടെ കോതമംഗലം രൂപതയിൽ നിന്നും ഇന്ത്യയുടെയും അതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഏകദേശം 800ഓളം വൈദികരുണ്ട്. ഏകദേശം 2500ഓളം സിസ്റ്റേഴ്സ് ഉണ്ട്. ഇന്ന് കുറേ സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കൊക്കെ വന്ന് ഇതിനെ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചു. ഇത് നല്ല ഒരു ആരംഭമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം നാം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് നല്ലതുപോലെ മുൻപോട്ട് പോകുമ്പോൾ യേശുവിനെ നമുക്ക് പ്രഘോഷിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കോതമംഗലം രൂപതയിലെ ഏതിടവക? ഞാൻ കോതമംഗലം രൂപതയിലുള്ള വടാട്ടുപാറ ഇടവകയിലെ അംഗമാണ്. ഞാൻ ഇവിടെ നിന്നും ഒരു മിഷണറിയായി പോയിട്ട് ഇപ്പോൾ 39 വർഷമായി. 36 വർഷം നാഗാലാൻഡിൽ സേവനമനുഷ്ഠിച്ചു, അവിടെ പഠിച്ചു. 26 വർഷക്കാലം അവിടെ ഒരു വൈദികനായി സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ അരുണാചലിലെ ഇറ്റാനഗർ എന്ന രൂപതയിലെ മെത്രാനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. വളരെയധികം